ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എപ്പോ എത്തി? സാർ ഇന്നൊരു രക്ഷയില്ല, പോയിട്ട് നാളെ വാ. ആ മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ മദ്രാസിൽ പോയിട്ട് ഇത്ര വരെ എത്തിയോ? ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിനെത്തി. അത് അശ്വതിയുടെ വീട്ടിൽ നിന്നും കിട്ടിയ കുറെ ആൽബങ്ങളും കുറച്ച് റെക്കോർഡ്സും ഉണ്ട്. അവിടെ അന്വേഷിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല സാർ. ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് അവിടെ ഉള്ളവർക്കും. ഷാൽ ഐ ഓപ്പൺ ഇറ്റ് ഫോർ യു? ഇപ്പൊ വേണ്ട, യു കീപ് ഇറ്റ് ഇൻ ദ സ്റ്റോർ. ശരി സാർ. വരൂ. Vikram. Sir. Both of you please come. ചാക്കോ. സർ. വിക്രം, നമുക്ക് അർജന്റായിട്ട് ഹോട്ടൽ വരെ ഒന്ന് പോകണം. സർ. ചാക്കോ സർ, എനിക്ക് ഇതേ മെറ്റീരിയലിലുള്ള ഒരു സാരി വേണം, സെയിം ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഓക്കെ? ശരി സർ. Then come on, quick. സർ. കിട്ടിയോ? സെയിം മെറ്റീരിയൽ കിട്ടി, കളർ വ്യത്യാസമാണ്. അത് സാരമില്ല. ഇതെന്തിനാ സാർ? അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. വിക്രം, bring that photograph. Bring that suit. Vikram. Sir. Remove the bed. Good. ഇതേ കയറി നിന്നിട്ട് ആ ഹൂക്കിലൊന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചേ. ധൈര്യമായിട്ട് കയറിക്കോ. ട്രൈ. പറ്റുന്നില്ല സാർ. ഒന്നുകൂടെ ശ്രമിക്കേ. സാധിക്കുന്നില്ല സാർ. എത്ര ഇഞ്ചിന് കുറവുണ്ട്? ഒരു 4 ഇഞ്ചിന്റെ കുറവുണ്ട്. തന്റെ ഹൈറ്റ് എത്രയാ? 5 അടി 9 ഇഞ്ച്. 5 അടി 9 ഇഞ്ചും 4 ഇഞ്ചും കൂടെ കൂട്ടിയാൽ 6 അടി 1 ഇഞ്ച്. അപ്പോ അശ്വതിക്ക് 6 അടി 1 ഇഞ്ച് പൊക്കം ഉണ്ടായിരുന്നെങ്കിലേ കെട്ടിത്തൂങ്ങാൻ
ഈ ഹുക്കിൽ സാരി ഒരുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആമൈ കറക്റ്റ്? സർ. ആ പെണ്ണിന്റെ പൊക്കം എത്രയാ? 5 അടി 4 ഇഞ്ച്. അപ്പോ ഈ ഹുക്കിൽ അവൾ അങ്ങനെ സാരി കുരുക്കി? ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ സ്റ്റൂളിൽ കയറി നിന്ന് കെട്ടി തൂങ്ങിയതായിട്ടാണ്. ടേക്ക് ദ അതർ സാരി. ഈ സാരിയെ കൊടുത്തിടണം. സാർ ഹൈറ്റ് ആ ടീപ്പോ എടുക്കും. ആ ഹൂക്ക് കെട്ടുക, നല്ലവണ്ണം മുറുക്കണം. ആ മുറുകിയോ? ആ ഇനി കഴുത്തി കുറുക്കിടുക. താഴോട്ട് ചാടിയാൽ യു വിൽ ഡൈ. അതാണ് സ്വാഭാവികമായ ആത്മഹത്യ. ഇത് തന്നെയല്ലേ അശ്വതിയും ചെയ്ത്? യൂസ് യുവർ ബ്രെയിൻ മിസ്റ്റർ വിക്രം. നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫിൽ ഈ ടീപ്പോയുടെ സ്ഥാനം അവിടെയാണ്. അശ്വതി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ സ്റ്റൂള് മാത്രമാണ്. ഈ സ്റ്റൂള് മാത്രം ഉപയോഗിച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ല. യു ഗെറ്റ് മീ? സോറി സാർ. ഇനി ആ കുരുക്ക് കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങും. പുട്ട് ദി അതർ എൻഡ് ഇൻ ദ ഹോൾ. അതർ എൻഡ്. ആ സി, ഈ സാരിയിൽ ഈ ഭാഗത്ത് മാത്രമേ അഴുക്കുള്ളൂ. ഓക്കെ, വെയിറ്റ്. ഈ സാരി നോക്കിയേ. ഈ സാരിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അഴുക്ക് ഈ സാരിയിൽ എങ്ങനെ വന്നു? എങ്ങനെ വന്നു സർ? എങ്ങനെ വന്നു സാർ? I'll show you. Get down. കഴുത്തി കെട്ടോ? ശരി സാർ. വേണ്ട, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. ഇറ്റ്സ് ഓൺലി ഡെമോൺസ്ട്രേഷൻ. Ready? Yes. ആ. രണ്ടുപേര് വലിച്ചാലേ പൊങ്ങുള്ളൂ. ആ. കണ്ടോ? ഐ എം സോറി. It's all right, sir. ഇപ്പൊ മനസ്സിലായോ അശ്വതി കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച സാരിയിൽ എങ്ങനെ അഴുക്ക് വന്നു? സാരിയിൽ അഴുക്ക് പുരളാനുള്ള കാരണം വേറെയും ആകാമല്ലോ. ഒരുപക്ഷെ സാരിയുടെ ബലം അറിയാൻ വേണ്ടി അവൾ ഹൂക്കിൽ സാരിയിട്ട ശേഷം തൈര് കടയുന്നത് പോലെ താഴോട്ടും മേലോട്ടും വലിച്ചാലും അതിൽ അഴുക്ക് പുരളാൻ സാധ്യതയില്ലേ? കഴുത്തിൽ കെട്ടി വലിച്ചാലും അഴുക്ക് പുരളുമല്ലോ. നിങ്ങൾക്കിത് കൊലപാതകമാക്കിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിരിക്കട്ടെ, പൊക്ക വ്യത്യാസത്തെ കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാരണത്തെക്കുറിച്ച് നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ. തൂങ്ങിച്ചാവാൻ തുനിഞ്ഞ ഒരു പെണ്ണിന് സ്റ്റൂളും ടീപ്പോയും ഒക്കെ മാറ്റിയിട്ട് ചാവാനുള്ള മനസാന്നിധ്യം ഉണ്ടാവൂ? മനഃശാസ്ത്രമൊന്നും എനിക്കറിയില്ല. പ്രേതം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം തന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. സെൻസേഷണൽ കേസാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് DMOയുടെ നിർദ്ദേശപ്രകാരം ഞാനടക്കം 4 ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്തത്. ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ലക്ഷണങ്ങളാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത്. തന്നെയുമല്ല, നാക്ക് പുറത്തേക്ക് തള്ളി കടിച്ചു പിടിച്ചിരുന്നു. സലൈവ വായുടെ കോണിൽ കൂടി ഒഴുകി താഴോട്ടൊലിച്ചിരുന്നു. ചുണ്ടുകൾക്കും നഖങ്ങൾക്കും നീല നിറം ഉണ്ടായിരുന്നു. സാരി ചുറ്റിയതിന്റെ നേർത്തപാട് കഴുത്തിലും ഉണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതാണെങ്കിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിനൊക്കെ പുറമെ തൂങ്ങിപ്പിടയ്ക്കുമ്പോൾ ആരായാലും മലമൂത്ര വിസർജനം നടത്തും. അവർ കെട്ടിത്തൂങ്ങിന്റെ നേരെ താഴെ കാർപ്പറ്റിൽ യൂറിൻ സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. ആത്മഹത്യ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറെ ഒരു മാർഗമില്ലേ? അല്ലെങ്കിൽ ജീവനോടെ കെട്ടിത്തൂക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾ ഏർത്ത് കാണണം. ബോഡിയിലെങ്ങും ബലപ്രയോഗം നടത്തിയതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അടച്ചുപൂട്ടിക്കിടന്ന മുറിയിൽ അകത്ത് ആളെങ്ങനെ കയറി? കൂടാതെ അവിടുന്ന് ഒരു സാധനവും കളവ് പോയിട്ടില്ല. ഒച്ചയോ ബഹളവും ആരും കേട്ടിട്ടുമില്ല. സെക്ഷൽ അറ്റംപ്റ്റ് നടന്നതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. വേറെ ഒരു മാർഗവുമില്ലേ? ആത്മഹത്യയാണെന്ന് തോന്നുകയും എന്നാൽ ഒരു മാർഗവുമില്ല. ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. മാർഗം ഉണ്ടെങ്കിലോ? യു പ്രൂവ് ഇറ്റ് മാൻ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഏത് എക്സ്പെർട്ടിനെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾ റീ എക്സാമിൻ ചെയ്യിക്കാം. ഇതൊരു ആത്മഹത്യയല്ല തെളിഞ്ഞാൽ ഞാൻ ഈ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച് വേറെ വല്ല പണി നോക്കാം. വർഷം 10-15 കഴിഞ്ഞു മിസ്റ്റർ.
ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട്. ഇതുവരെ 1500 പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. ഇനി പുതിയതായി എന്തെങ്കിലും പഠിപ്പിക്കാനാണോ ഭാവം? അതോ CBI ഒഴിച്ച് ലോകത്തുള്ള മറ്റെല്ലാവരും കോഴ വാങ്ങുന്നവരെന്നാണോ വിചാരം? സോറി, യു ആർ മിസ്റ്റേക്കൺ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തർക്കിക്കാൻ വന്നതല്ലെന്ന്. ഒരു മരണം നടന്നു, അതിന്റെ ഡിഫറെന്റ് പോസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. സ്വാമി, ഇപ്രാവശ്യം ചക്ക വീണപ്പോ മുയൽ ചത്തില്ലെന്ന് കൂട്ടിക്കോ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ അബദ്ധമായിരിക്കും. എങ്കിലും ഒരു സംശയം. ഒരുപക്ഷെ അവളെ കെട്ടിത്തൂക്കുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിലോ? ആരോ ഏതോ രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയ്ക്ക് അവൾക്ക് ബോധം കെട്ടു. അതിന് ശ്രമിച്ചവർ അവൾ മരിച്ചു എന്ന് കരുതി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുന്നു. കെട്ടുമുറുകിയപ്പോഴാണ് ബോധം വീഴുന്നത്. എങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോഴുണ്ടാകാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ലേ? എന്താ ഡോക്ടർ, അങ്ങനെ സംഭവിക്കാം അല്ലേ? സംഭവിക്കാം. താങ്ക് യു. വിക്രം, സർ. come on. എക്സ്ക്യൂസ് മീ ഡോക്ടർ. 501ാമത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം. Come on. CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് അല്ലെന്ന് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നോട്ടി മായപ്പൊടി തൂക്കി ആളെ പിടിക്കാൻ മാത്രമല്ല, വേറെ പലതും ഞങ്ങൾക്ക് അറിയാമെന്ന് വഴിയെ ബോധ്യപ്പെടും. ഓക്കെ വിക്രം, യെസ് സർ. പോട്ടെ.